നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സഭാപ്രസംഗകൻ അഥവാ എക്ലീസിയാസ്റ്റസ് എന്ന പുരാതന ഗ്രന്ഥത്തിലെ 4-ാം അധ്യായമാണ്. തീർച്ചയായും ഈ പുസ്തകം ഇത്രയും കാലത്തിനു ശേഷവും പ്രസക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദനകൾക്കും അവന്റെ ഭയങ്ങൾക്കും ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നത് തന്നെയാണ് കാരണം. ശരിയാണ്, മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ തന്നെയല്ലേ? അതെ. നമ്മളിന്ന് ഈ ആശയങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പ്രധാനമായും ചില കാര്യങ്ങൾ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, കേവലം പണം സമ്പാദിക്കുന്നതിലും രാവും പകലും മറ്റുള്ളവരോട് മത്സരിച്ച് അധ്വാനിക്കുന്നതിലും അടങ്ങിയിരിക്കുന്ന പൊള്ളത്തരം എന്താണ്? 2, മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയുടെ യഥാർത്ഥ ശക്തി എത്രത്തോളമുണ്ട്? പിന്നെ മൂന്നാമതായി, ഈ ചെറിയ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെയുള്ള ഓട്ടമാണോ അതോ സമാധാനമാണോ കൂടുതൽ വിലപ്പെട്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. ഇതിലെന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഈ ഗ്രന്ഥം തുടങ്ങുന്ന രീതി തന്നെയാണ് കേട്ടോ. വളരെ പരുക്കനായ, അതായത് യാഥാർത്ഥ്യങ്ങളെ മുഖത്തുനോക്കി പറയുന്നൊരു തുടക്കമാണത്. ഒരു ഡാർക്കായ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ അത് തന്നെ. സൂര്യന് കീഴിൽ നടക്കുന്ന എല്ലാ മർദ്ദനങ്ങളും അനീതികളും ഗ്രന്ഥകാരൻ വീക്ഷിക്കുന്നതായി അതിൽ പറയുന്നുണ്ട്. അവിടെ നീതി നിഷേധിക്കപ്പെട്ടവരും മർദ്ദിക്കപ്പെടുന്നവരുമായ മനുഷ്യരുടെ കണ്ണീരുണ്ട്. പക്ഷേ ഏറ്റവും ഹൃദയഭേദകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ആശ്വാസം നൽകാൻ അവിടെ ആരുമില്ലായിരുന്നു എന്നതാണ്. അതെ, കാരണം അധികാരവും ശക്തിയും മുഴുവൻ മർദ്ദകരുടെ കൈകളിലായിരുന്നു. ഒരുതരം പ്രതികരിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ വിവരണം കേൾക്കുമ്പോൾ ഇന്നത്തെ ലോകത്ത് വലിയ കോർപ്പറേറ്റുകൾക്ക് മുന്നിലോ അല്ലെങ്കിൽ വലിയ ഭരണകൂടങ്ങൾക്ക് മുന്നിലോ ശബ്ദമില്ലാതെ പോകുന്ന സാധാരണ മനുഷ്യരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു നിസ്സഹായതയുടെ ആഴം മനസ്സിലാക്കുമ്പോഴാണ് ഈ എഴുത്തുകാരൻ എത്തിച്ചേരുന്ന വളരെ കടുത്ത ഒരു ദാർശനിക തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അത്തരം കഷ്ടപ്പാടുകളും അധികാരത്തിന്റെ ക്രൂരതകളും കാണുമ്പോൾ ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാർ മരിച്ചവരാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ശരിക്കും വളരെ ഇരുണ്ട ഒരു ചിന്താഗതിയാണത്. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്ന് പറയുന്നത്ര തീവ്രമായൊരു നിരാശ. തീർച്ചയായും. പക്ഷേ അതവിടെ നിൽക്കുന്നില്ല. ഇതിലും ഗൗരവമേറിയ മറ്റൊരു ചിന്താവിഷയം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരെക്കാളും മരിച്ചവരെക്കാളും ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാരാണ്? ആരാണത്? അദ്ദേഹം പറയുന്നു, അത് ഇതുവരെ ജനിച്ചിട്ടില്ലാത്തവരാണ് എന്ന്. ഈ ലോകത്തെ തിന്മകളും അനീതികളും ഇതുവരെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ജനിക്കാത്തവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതൊരു സാധാരണ നിരീക്ഷണമല്ല. അല്ലേയല്ല. ഭരണകൂടങ്ങളുടെയും അധികാരവർഗത്തിന്റെയും അനീതികൾക്ക് നടുവിൽ പെട്ടുപോകുന്ന സാധാരണക്കാരന്റെ ആത്യന്തികമായ നിരാശയുടെ വരികളാണിത്. അത് ശരിക്കും നമ്മളെ എല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ളൊരു കാര്യത്തിലേക്ക് വരാം. മത്സരബുദ്ധിയും അധ്വാനവും നമ്മളെപ്പോഴും കാണുന്നൊരു കാര്യം. ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രധാന പ്രശ്നം. അതെ, മനുഷ്യന്റെ എല്ലാ അധ്വാനവും വൈദഗ്ധ്യവും മറ്റുള്ളവരോടുള്ള പരസ്പര സ്പർദ്ധയിൽ നിന്നാണ്, അതായത് മത്സരബുദ്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഈ വരികളിൽ പറയുന്നു. എന്റെ അയൽക്കാരനേക്കാൾ വലിയ വീട് എനിക്ക് വെക്കണം, എന്റെ സുഹൃത്തിനേക്കാൾ വലിയ കാർ എനിക്ക് വാങ്ങണം, അല്ലെങ്കിൽ സഹപ്രവർത്തകനേക്കാൾ വേഗത്തിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടണം. അതുതന്നെ. ഈ ചിന്തയിൽ നിന്നാണ് നമ്മുടെ നെട്ടോട്ടം മുഴുവൻ തുടങ്ങുന്നത്. ഇതിനെയാണല്ലോ കീപ്പിംഗ് അപ്പ് വിത്ത് ദ ജോൺസൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ മത്സരം എപ്പോഴും അത്ര മോശമാണോ? നല്ലൊരു ചോദ്യമാണോ? മറ്റുള്ളവരേക്കാൾ മുന്നിലെത്തണമെന്ന ചിന്തയല്ലേ ശരിക്കും മനുഷ്യനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ അധ്വാനത്തെ വെറും പാഴ്വേല എന്ന് വിളിക്കുന്നത് ശരിയാണോ? അവിടെയാണ് ഈ പുസ്തകത്തിന്റെ സമചിത്തത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധ്വാനിക്കുന്നതിനെയോ പുരോഗതി പ്രാപിക്കുന്നതിനെയോ ഈ ഗ്രന്ഥം ഒരിക്കലും എതിർക്കുന്നില്ല. അപ്പോ പിന്നെ എന്താണ് പ്രശ്നം? അത് മനസ്സിലാക്കാൻ ഇവിടെ പറയുന്നൊരു താരതമ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വശത്ത് ഒട്ടും അധ്വാനിക്കാതെ കയ്യും കെട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്ന് നശിക്കുന്ന ഭോഷണെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അലസത. അതെ, അലസത എന്നതൊരു വലിയ അബദ്ധമാണ്. അത് സ്വയം നാശത്തിലേക്കേ നയിക്കൂ. അപ്പോൾ അധ്വാനിക്കാതിരിക്കുക എന്നതല്ല പരിഹാരം. എന്നാൽ മറുവശത്ത് നൽകുന്ന ഉപദേശം വളരെ വ്യക്തമാണ്. ഇരുകൈകളും നിറയുള്ള അധ്വാനത്തെക്കാളും കാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെയുള്ള പാഴ്വേലയേക്കാളും ഉത്തമം ഒരു പിടി സ്വസ്ഥതയാണ്. ആഹാ, അതായത് പ്രശ്നം നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിലല്ല, മറിച്ച് എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്നതിലാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ.
മറ്റൊരാളോടുള്ള അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയോ മാത്രം നമ്മൾ ചെയ്യുന്ന അധ്വാനമാണ് ഇവിടെ പ്രശ്നമാവുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു തിരക്ക് പിടിച്ച ജീവിതമൊന്ന് ആലോചിച്ചു നോക്കൂ. രാവും പകലുമില്ലാതെ അവധി ദിവസങ്ങളിൽ പോലും ലാപ്ടോപ്പും തുറന്നുവെച്ച് നമ്മൾ ജോലി ചെയ്യുവാണ്. അതെ, മെയിലുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നു, മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നു. ശരിയാണ്. സ്വന്തം ആരോഗ്യവും കുടുംബത്തോടൊപ്പമുള്ള സമയവും കളഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഓടുന്ന ഓട്ടത്തിനിടയിൽ ആ ഒരു പിടി സ്വസ്ഥത നമ്മൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ട് എന്തു കാര്യമാണുള്ളത്? ആരോഗ്യമുള്ള ഒരു മത്സരബുദ്ധി നല്ലതാണ്. എന്നാൽ അത് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നൊരു തരം ടോക്സിക്കായ അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് അത് വെറും മിഥ്യയായി മാറുന്നത്. മിതത്വത്തിന്റെ പ്രാധാന്യമാണ് അവിടെ വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരുപിടി സ്വസ്ഥത എന്ന പ്രയോഗം വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ആശയത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്നൊരു ഉദാഹരണം ഈ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. ആ ഏകാന്തനായ മനുഷ്യന്റെ ഉദാഹരണമല്ലേ? അതെ, ഇന്നത്തെ കാലത്തെ വർക്കഹോളിക്കായ പലരുടെയും ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ചിത്രം അതിൽ വരച്ചു കാണിക്കുന്നുണ്ട്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത, പുത്രനോ സഹോദരനോ കുടുംബമോ ഇല്ലാത്തൊരു വ്യക്തി. എന്നാൽ അയാളുടെ അധ്വാനത്തിന് യാതൊരു അറുതിയുമില്ല. ബാങ്ക് ബാലൻസ് എത്ര വർദ്ധിച്ചാലും അയാൾക്ക് മതി വരുന്നുമില്ല. എപ്പോഴും കൂടുതൽ വേണമെന്ന ചിന്ത. അതെ, വീണ്ടും വീണ്ടും ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ആർക്കും വേണ്ടി സമ്പാദിക്കേണ്ടതില്ലാത്ത ഒരാൾ എന്തിനാണ് തന്റെ യൗവനവും ആരോഗ്യവും ഇങ്ങനെ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ട് തീർക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചുപോകും. ഒരുപാട് പണമുണ്ടാക്കിയിട്ട് അവസാനം എന്ത് ചെയ്യാനാണ്? ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പണമെന്നത് ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധി മാത്രമാണ്. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണം സമ്പാദിക്കുക എന്നത് തന്നെയാണ് ജീവിത ലക്ഷ്യം. അദ്ദേഹം ഒരിക്കൽ പോലും സ്വയം ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ഞാൻ ആർക്കുവേണ്ടിയാണ് ഇത്രയും അധ്വാനിക്കുന്നത്? എന്തിലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും സന്തോഷങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നത്? അതൊരിക്കലും അയാൾ ചിന്തിക്കുന്നില്ല. ലക്ഷ്യമില്ലാതെ, സ്വന്തം സന്തോഷം പോലും ഇല്ലാതെ, സമ്പത്തു മാത്രം ലക്ഷ്യമാക്കി ഓടുന്ന ഈ അവസ്ഥയെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒന്നാണിത്. വലിയ നഗരങ്ങളിലെ ഫ്ളാറ്റുകളിൽ ഏകാന്തമായി ജീവിക്കുന്ന, എന്നാൽ അക്കൗണ്ടിലെ സംഖ്യകൾ കൂടുന്നത് കണ്ട് മാത്രം സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ. അവർക്ക് പണമുണ്ട്, പക്ഷേ ആ പണം കൊണ്ട് ആസ്വദിക്കാനൊന്നുമില്ല. കൃത്യം. എന്തിനുവേണ്ടി ജോലി ചെയ്യുന്നു എന്ന ആ ഒരു പർപ്പസ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. അതെ, ആ എന്തിനു വേണ്ടിയെന്ന ചോദ്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. പക്ഷേ ഇതൊരു പരിഹാരമില്ലാത്ത പ്രശ്നമല്ല എന്നീ പുസ്തകം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. തീർച്ചയായും. ഇത്രയും നേരം മനുഷ്യന്റെ ഏകാന്തതയെക്കുറിച്ചും നിരർത്ഥകമായ അധ്വാനത്തെക്കുറിച്ചും സംസാരിച്ച എഴുത്തുകാരൻ പെട്ടെന്ന് മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യത്തിലേക്ക് കടക്കുവാണ്. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്: ഒരാളേക്കാൾ രണ്ടുപേർ എപ്പോഴും മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അതെ, കേൾക്കുമ്പോൾ വളരെ ലളിതമായൊരു കാര്യമായി തോന്നാം. പക്ഷേ ഇന്നത്തെ ഇൻഡിവിജ്വലിസ്റ്റിക്കായ സമൂഹത്തിൽ, അതായത് എല്ലാം എനിക്കൊറ്റയ്ക്ക് വെട്ടിപ്പിടിക്കണമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ, ഈ വാചകത്തിന് വലിയ അർത്ഥമുണ്ട്. ജീവിതത്തിൽ അവരിൽ ഒരാൾ വീണാൽ അപരനെ താങ്ങാൻ കഴിയും. എന്നാൽ ഒറ്റയ്ക്കുള്ളവൻ വീണാൽ അവനെ സഹായിക്കാൻ അവിടെ ആരുമുണ്ടാകില്ല. അത് വളരെ ശരിയാണ്. നമ്മളൊരു സാമൂഹ്യ ജീവിയാണെന്ന സത്യം പലപ്പോഴും നമ്മൾ സൗകര്യപൂർവ്വം മറക്കാറുണ്ട്. മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായത്തിന്റെയും സ്നേഹത്തിന്റെയും ആവശ്യകതയെ വളരെ പ്രായോഗികമായ ചില ഉദാഹരണങ്ങളിലൂടെയാണ് ഇതിൽ കാണിക്കുന്നത്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ ചൂട് കിട്ടുമെന്നും തനിച്ചായാൽ ആ തണുപ്പിനെ അതിജീവിക്കാൻ സാധിക്കില്ലെന്നും പറയുന്നു. ഇതിലെ ഏറ്റവും ശക്തമായ വാചകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റയ്ക്കായിരിക്കുന്നവനെ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. എന്നാൽ രണ്ടുപേരാണെങ്കിൽ അവരെ ചെറുക്കാൻ കഴിയും. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. ആ മുപ്പിരിച്ചരട് അഥവാ 3 നാരുകൾ കൊണ്ടുണ്ടാക്കിയ ചരട് എന്ന പ്രയോഗം വളരെ പ്രസിദ്ധമാണല്ലോ. അതെ, 3 ഇഴകൾ പിരിച്ചുണ്ടാക്കിയ കയറ് പെട്ടെന്നൊന്ന് പൊട്ടിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്കുള്ള പ്രയത്നത്തേക്കാൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്കും കൂട്ടായ്മയ്ക്കുമാണ് യഥാർത്ഥ കരുത്തുള്ളത് എന്നാണ് ഈ വരി സമർത്ഥിക്കുന്നത്. അതൊരു സിംബോളിക്കായ കാര്യമാണല്ലേ? വെറുമൊരു വൈകാരികമായ കാര്യം മാത്രമല്ല, അതൊരു സ്ട്രാറ്റജി കൂടിയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ബിസിനസ്സിൽ തകർച്ചകൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മാനസികമായി തളർന്നു പോകുമ്പോൾ നമ്മളെ താങ്ങി നിർത്താൻ നമുക്കൊരു സൗഹൃദ വലയം അല്ലെങ്കിൽ ഒരു കുടുംബം ആവശ്യമാണ്.
തീർച്ചയായും. ആരുമില്ലാതെ ഏകാന്തമായി നേടിയെടുക്കുന്ന വലിയ സമ്പത്തിനേക്കാൾ നമ്മൾ മറ്റുള്ളവരുമായി ഉണ്ടാക്കിയെടുക്കുന്ന ഈ ബന്ധങ്ങളാണ് പ്രതിസന്ധിഘട്ടങ്ങളിൽ നമുക്ക് യഥാർത്ഥ ഇൻഷുറൻസ് ആകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എനർജി ലഭിക്കുന്നുണ്ട്. എപ്പോഴും ഒറ്റയ്ക്ക് ഓടി ജയിക്കുന്നതല്ല ജീവിതം, ഒരുമിച്ച് നിൽക്കുന്നതാണ് യഥാർത്ഥ വിജയം എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. ഇതൊരു ചെറിയ കഥ പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ രസകരമായൊരു താരതമ്യമാണത്. അതെ, മറ്റുള്ളവരുടെ ഉപദേശം നിരസിക്കുന്ന, സ്വന്തം ബുദ്ധിയിൽ മാത്രം വിശ്വസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ ഒരു രാജാവുണ്ട്. എന്നാൽ അദ്ദേഹത്തെക്കാൾ എത്രയോ ഭേദമാണ് നിർധനനെങ്കിലും ബുദ്ധിമാനായ ഒരു യുവാവ്. ഈ യുവാവ് ദരിദ്രനായി ജനിച്ചതാവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ കാരാഗ്രഹത്തിൽ കിടന്നവനാവാം. അവിടെ നിന്നാണ് അവൻ തന്റെ ബുദ്ധി കൊണ്ട് സിംഹാസനത്തിലെത്തുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു കിടിലൻ സക്സസ് സ്റ്റോറിയല്ലേ? പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഒരു രാജാവായി മാറിയ ഒരാളുടെ കഥ. ഏത് മോട്ടിവേഷണൽ സ്പീക്കറും എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിജയഗാഥ. അങ്ങനെയല്ലേ നമ്മളിതിനെ കാണേണ്ടത്? ഒറ്റനോട്ടത്തിൽ അതൊരു വലിയ വിജയഗാഥ തന്നെയാണ്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കൂ, സ്വന്തം കഴിവുകൊണ്ട് രാജാവായ ഒരാൾ. എന്നാൽ ഗ്രന്ഥകാരൻ ഇതിലെ വലിയ ചിത്രം അഥവാ ബിഗർ പിക്ചർ തുറന്നുകാട്ടുമ്പോഴാണ് കഥ മാറുന്നത്. എങ്ങനെ? ആ യുവാവ് സിംഹാസനത്തിലെത്തി. അവൻ എണ്ണമില്ലാത്ത പ്രജകളുണ്ടായിരുന്നു. അവൻ എല്ലാവർക്കും അധിപനുമായിരുന്നു. എല്ലാം ശരിതന്നെ. എങ്കിലും ഇതിന്റെ അവസാനം എന്താണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വരും തലമുറകൾക്ക് അവനിൽ യാതൊരു പ്രീതിയും തോന്നുകയില്ല എന്നാണ് ആ വരികൾ പറയുന്നത്. അതായത് അവൻ എത്ര വലിയ രാജാവായാലും കാലം കഴിയുമ്പോൾ ആളുകൾ അവനെ മറന്നുപോകുമെന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. നമ്മൾ മനുഷ്യർ എപ്പോഴും ഒരു ലെഗസി, അല്ലെങ്കിൽ നമ്മുടെ കാലശേഷവും നമ്മൾ ഓർമ്മിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടിയാണ് വലിയ കെട്ടിടങ്ങളുണ്ടാക്കുന്നതും അധികാരത്തിനു വേണ്ടി പൊരുതുന്നതുമെല്ലാം. ശരിയാണ്. എന്നാൽ കാലം കഴിയുമ്പോൾ അധികാരം, പ്രശസ്തി, നേട്ടങ്ങൾ എന്നിവയെല്ലാം ആളുകൾ മറന്നുപോകും. അവൻ എത്ര വലിയ രാജാവായിരുന്നാലും എത്ര ബുദ്ധിമാനായ ഭരണാധികാരിയായിരുന്നാലും കാലത്തിന്റെ കുത്തൊഴുക്കിൽ അതെല്ലാം വിസ്മരിക്കപ്പെടും. അതു ചിന്തിക്കുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇന്നത്തെ വലിയ സെലിബ്രിറ്റികളെയോ രാഷ്ട്രീയ നേതാക്കളെയോ ബിസിനസ് ഭീമന്മാരെയോ ഒന്ന് നോക്കൂ. ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത നാളത്തെ പഴങ്കഥയാണ്. അധികാരവും പ്രശസ്തിയും ശാശ്വതമല്ല. അതും ഒടുവിൽ കാട്ടിനെ പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഒരു മിഥ്യയും പാഴ്വേലയുമായി മാറുമെന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ എത്ര വലുതാണെന്ന് അഹങ്കരിച്ചാലും കാലത്തിനു മുന്നിൽ നമ്മൾ ഒന്നുമല്ല എന്ന സത്യം പലപ്പോഴും മനുഷ്യർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ, അതൊരു കടുത്ത യാഥാർത്ഥ്യമാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് ഈ ഡീപ് ഡൈവിലൂടെ ചർച്ച ചെയ്തു. നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ഒരുപക്ഷേ നമ്മുടെ ജീവിത രീതികളെ തന്നെ ചോദ്യം ചെയ്യുന്ന കുറേയേറെ ആശയങ്ങൾ. ഈ വിശകലനത്തിലെ പ്രധാന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്നുകൂടി ഞാൻ സംഗ്രഹിക്കാം. തീർച്ചയായും. ഒന്നാമതായി, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം, അവരെക്കാൾ വലിയവനാകണമെന്ന ചിന്തയിൽ നിന്നുള്ള അമിതമായ അധ്വാനം വെറും മിഥ്യയാണ്. അത്തരം ടോക്സിക്കായ മത്സരങ്ങൾ നമ്മെ എങ്ങും എത്തിക്കില്ല. രണ്ടാമതായി, എന്തിനുവേണ്ടി ജീവിക്കുന്നു എന്ന ലക്ഷ്യമില്ലാതെ സ്വന്തം സന്തോഷം പോലും മാറ്റിവെച്ച് ഏകാന്തമായി പണം മാത്രം ലക്ഷ്യമാക്കി ഓടുന്നത് വളരെ പരിതാപകരമായൊരവസ്ഥയാണ്. മൂന്നാമതായി, ഒരാളേക്കാൾ മികച്ചത് എപ്പോഴും രണ്ടുപേരാണെന്നും മുപ്പെരിച്ചരട് വേഗം പൊട്ടുകയില്ല എന്നുമുള്ള മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയുടെ വലിയ കരുത്ത് നമ്മൾ മനസ്സിലാക്കി. ഒപ്പം ഒരു മനുഷ്യന്റെ അധികാരവും സിംഹാസനവും പ്രശസ്തിയും എത്ര വലിയതാണെങ്കിലും അതൊന്നും ശാശ്വതമല്ലെന്നും കാലക്രമേണ അതെല്ലാം വിസ്മരിക്കപ്പെടുമെന്നും നമ്മൾ കണ്ടു. വളരെ കൃത്യമായ ഒരു സംഗ്രഹം. അപ്പോ ഇനി നിങ്ങളോടായി നേരിട്ടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ പുരാതന പാഠങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജീവിതവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട്? പണത്തിനും കരിയറിലെ വലിയ നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള ഈ ദൈനംദിന നെട്ടോട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരുപിടി സ്വസ്ഥത നിങ്ങൾ എവിടെയെങ്കിലും മറന്നുപോകുന്നുണ്ടോ? ഇതൊന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഈ സംഭാഷണം അവസാനിക്കുന്നതിന് മുൻപായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുന്ന പുതിയൊരാശയം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പുസ്തകം പറയുന്നത് നമ്മളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ താങ്ങി നിർത്താൻ മുപ്പിരിച്ചരടുപോലെ ശക്തമായ മനുഷ്യബന്ധങ്ങൾ വേണമെന്നാണ്. അതെ. എന്നാൽ ഇന്നത്തെ ലോകമൊന്ന് നോക്കൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലൂടെ ലോകത്തെവിനെയുള്ള ആളുകളുമായി നമ്മൾ കണക്റ്റഡാണ്. സോഷ്യൽ മീഡിയയിലെ നമുക്ക് ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ ലോകം യഥാർത്ഥത്തിൽ
നമ്മളെ പരസ്പരം അടുപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. അതോ ഒരു യഥാർത്ഥ മുപ്പിരിച്ചരടുണ്ടാക്കിയെടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഏകാന്തതയുടെ മറ്റൊരു തുരുത്തിലേക്ക് നമ്മളെ തള്ളിവിടുകയാണോ? ഈ ഡിജിറ്റൽ യുഗത്തിലെ നൂറുകണക്കിന് വിർച്വൽ സുഹൃത്തുക്കളേക്കാൾ നിങ്ങൾ വീകുമ്പോൾ കൈപിടിച്ചുയർത്താൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒറ്റ വ്യക്തിയല്ലേ യഥാർത്ഥത്തിൽ വിലപ്പെട്ടത്? തീർച്ചയായും. ആധുനിക സാങ്കേതിക വിദ്യ നമുക്ക് ചുറ്റും ഒരു വ്യാജ കൂട്ടായ്മ സൃഷ്ടിക്കുകയും ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെ ഈ പുസ്തകത്തിൽ പറയുന്ന ആ ഏകാന്തനായ മനുഷ്യനെപ്പോലെയാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുവരേക്കും ആ ഒരു പിടി സ്വസ്ഥത കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഓടി നടന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വെറുതെയാണോ? അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നാൽ എന്തും നേടാമെന്ന് കേട്ടിട്ടില്ലേ? അതിൽ കാര്യമുണ്ടോ? കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങളാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയൊരു പുസ്തകത്തിൽ ഇതിനൊക്കെ വളരെ ആധുനികമായ ചില ഉത്തരങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനമൊക്കെ വെറുതെയാണെന്ന്? ഒരു ഫലവുമില്ലാത്ത പോലെ എല്ലാം എന്തിനു വേണ്ടിയാണെന്നൊരു ചോദ്യം ഉള്ളിൽ വരാറില്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഹസിൽ കൾച്ചറിൽ രാവും പകലും ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും നമുക്കെല്ലാവർക്കും ഈ ഒരു ശൂന്യത തോന്നിയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ കൗതുകം എന്താണെന്ന് വെച്ചാൽ 2000 വർഷങ്ങൾക്ക് മുമ്പും ഒരാൾക്ക് ഇതുപോലെ തന്നെ തോന്നിയിരുന്നു. അതെ, ഒരേ മാനസിക സംഘർഷത്തിലൂടെ ഒരു പഴയകാല എഴുത്തുകാരനും കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നോക്കാം അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടെത്തിയതെന്ന്. ശരി, അപ്പോ ഭാഗം 1, ജീവിച്ചിരിക്കുന്നതിന്റെ പ്രശ്നം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ ചിന്തകന്റെ നിരീക്ഷണങ്ങൾ അല്പം ഇരുണ്ടതാണ്. കാരണം ലോകത്തെ നോക്കി അദ്ദേഹം കണ്ടെത്തിയ ഒരു അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഒന്ന് നോക്കിയേ, ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാർ മരിച്ചുപോയവരാണെന്ന് ഞാൻ വിചാരിച്ചു. എന്തൊരു ഞെട്ടിക്കുന്ന പ്രസ്താവനയാണല്ലേ? ലോകത്ത് നടക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ എഴുത്തുകാരൻ അവസാനം എത്തിച്ചേർന്നൊരു നിഗമനമാണത്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയത്? കാരണം ഇതാണ്. അദ്ദേഹം ലോകത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് മുഴുവൻ ഒഴിവാക്കാനാവാത്ത അടിച്ചമർത്തലുകളാണ്. എല്ലായിടത്തും അനീതി, അധികാരം മുഴുവൻ അടിച്ചമർത്തുന്നവരുടെ കയ്യിൽ. പാവപ്പെട്ട ഇരകളെ ആശ്വസിപ്പിക്കാൻ ഒരാളുപോലുമില്ല. ഈ ഒരു കാഴ്ച അത് അദ്ദേഹത്തിന്റെ ഹൃദയം തകർത്തു കളഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ റാങ്കിംഗ് പ്രകാരം കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമത്, ജീവിച്ചിരിക്കുന്നവർ. നമ്മളെപ്പോലെ സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും നമ്മൾ കാണേണ്ടി വരുന്നു. ഇതിലും ഭേദമാണ് മരിച്ചവരുടെ അവസ്ഥ. എന്താ കാരണം? അവർ ഈ ദുരിതത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ. എന്നാൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാരാണെന്നറിയാമോ? ഇതുവരെ ജനിക്കാത്തവർ. കാരണം അവർക്ക് ഈ ലോകത്തെ വേദനകളൊന്നും അറിയുക പോലും വേണ്ട. ഓക്കെ, ലോകത്തിന്റെ ഈ പൊതുവായ ഒരു വിഷാദാവസ്ഥയിൽ നിന്ന് ഇനി നമ്മൾ കുറച്ചുകൂടി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരികയാണ്. അതായത് നമ്മുടെയൊക്കെ ജോലിയുടെയും കഷ്ടപ്പാടിന്റെയും നിരർത്ഥകതയെക്കുറിച്ച്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ വാക്ക് ഓർത്തുവെക്കണം, മിഥ്യ. നമ്മൾ സാധാരണ മിഥ്യ എന്ന് കേൾക്കുമ്പോൾ അഹങ്കാരം എന്നൊക്കെയാവും ഓർക്കുക. പക്ഷേ ഇവിടെ അതല്ല അർത്ഥം. ഇവിടെ മിഥ്യ എന്ന് പറഞ്ഞാൽ ശൂന്യത, ഒരു പ്രയോജനവുമില്ലാത്തത്, അല്ലെങ്കിൽ കാറ്റിനെ പിടിക്കാൻ ഓടുന്നതുപോലെ അങ്ങനെ ഒരു അവസ്ഥയാണ്. ഈ ഒരു ആശയം മനസ്സിൽ വെച്ചോണം കേട്ടോ. ഈ എഴുത്തുകാരന്റെ ഒരു കണ്ടെത്തൽ കേൾക്കണോ? നമ്മൾ ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെയും കഴിവുകൾ നേടുന്നതിൻ്റെയും ഒക്കെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: നമ്മുടെ അയൽക്കാരോടുള്ള അസൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പലപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഇഷ്ടം കൊണ്ടല്ല, മറ്റൊരാളെ തോൽപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര വലിയ വിജയം കിട്ടിയാലും നമുക്കൊരു സംതൃപ്തി കിട്ടാത്തത്. കാരണം അത് ശൂന്യതയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇതിനെന്താ ഒരു പരിഹാരം? ഈ ചിന്തകന്റെ ഉത്തരം ഇതാണ്: 2 കൈകളും നിറയെ അധ്വാനവും കാറ്റിനെ പിടിക്കാനുള്ള ശ്രമവും ഉള്ളതിനേക്കാൾ നല്ലത് ഒരു കൈപ്പിടിയിൽ സമാധാനത്തോടെ ഇരിക്കുന്നതാണ്. അതായത് ഒരുപാട് സമ്പാദിച്ച് ടെൻഷനടിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഉള്ളതുകൊണ്ട് സമാധാനമായി ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളുടെ ദുരന്തം നോക്കിക്കേ. അദ്ദേഹത്തിന് മകനില്ല, സഹോദരനില്ല, ആരുമില്ല. അധ്വാനത്തിനൊരവസാനവുമില്ല. എത്ര പണം കിട്ടിയാലും കണ്ണിന് തൃപ്തിയാവുന്നില്ല. അവസാനം ഞാനിതാർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എന്നൊരു ചോദ്യം പോലും അയാൾ ചോദിക്കുന്നില്ല. ജീവിതം മുഴുവൻ ജോലി, അവസാനം പണം മാത്രം, പക്ഷെ സന്തോഷമോ സ്നേഹമോ ഇല്ല. ഇതും മറ്റേ പറഞ്ഞ പോലെ കാറ്റിനെ പിടിക്കാൻ ഓടുന്നതുപോലെ തന്നെയല്ലേ? ശരി, ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചല്ലേ സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം. ഈ പുരാതന ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായൊരു പരിഹാരം ഏകാന്തതയിൽ നിന്ന് കൂട്ടായ്മയുടെ ശക്തിയിലേക്ക്. ഒന്നാമത്തെ കാര്യം, ഒറ്റയ്ക്കാണെങ്കിൽ വീണാൽ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല, അല്ലേ? ആ ഒരവസ്ഥ ശരിക്കും ദയനീയമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാലിടറിയാൽ ഒരു കൈ തരാൻ ആരുമില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ദുരന്തമുണ്ടോ? അപ്പോൾ പരിഹാരമെന്താ? സിമ്പിൾ.
രണ്ടാണ് എപ്പോഴും ഒന്നിനേക്കാൾ നല്ലത്. നോക്കൂ, ഒരാളേക്കാൾ മെച്ചം രണ്ടുപേരാണ്. കാരണം അവരുടെ അധ്വാനത്തിന് നല്ല പ്രതിഫലം ലഭിക്കും. ഇതിലെല്ലാമുണ്ട്. ഒരുമിച്ച് നിന്നാൽ ചെയ്യുന്ന പ്രയത്നത്തിന് ഫലം കൂടും. ഇതൊരു വലിയ സത്യമാണ്. ഒരുമിച്ചുണ്ടായുള്ള 4 പ്രായോഗിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, മെച്ചപ്പെട്ട ജോലി. അതായത് ചെയ്യുന്ന പണിക്ക് നല്ല റിസൾട്ട് കിട്ടും. 2, പരസ്പര പിന്തുണ. ഒരാൾ വീണാൽ മറ്റേയാൾക്ക് കൈപിടിച്ചുയർത്താം. 3, പങ്കിട്ട ഊഷ്മളത. തണുപ്പത്ത് 2 പേർ ഒരുമിച്ച് കിടന്നാൽ ചൂട് കിട്ടുന്ന പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആ കൂട്ടൊരു വലിയ ആശ്വാസമാണ്. 4, ശക്തമായ പ്രതിരോധം. ഒറ്റയ്ക്കാണെങ്കിൽ ആർക്കും ആക്രമിക്കാം, പക്ഷെ 2 പേരുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായി നേരിടാം. കണ്ടില്ലേ ഒരുമയുടെ ഗുണങ്ങൾ? ഈ പറഞ്ഞതിനെയൊക്കെ ഒരൊറ്റ വരിയിലൊതുക്കുന്ന മനോഹരമായൊരു വാചകമാണിത്. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. ഒറ്റ നൂല് നമുക്ക് ഈസിയായി പൊട്ടിക്കാം. പക്ഷെ 3 നൂലുകൾ പിരിച്ച് ഒരു ചരടാക്കിയാലോ? അത് പൊട്ടിക്കാൻ നല്ല പാടാണ്. ഇതാണ് ബന്ധങ്ങളുടെ, ഒരുമയുടെ ശക്തി. അപ്പോ ഒരുമയുടെ ശക്തി നമുക്ക് മനസ്സിലായി. പക്ഷേ വേറൊരു ചോദ്യമുണ്ട്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ വിജയം തന്നെ നമുക്ക് കിട്ടിയാലോ? അധികാരവും പ്രശസ്തിയും എല്ലാം. അതോടെ പ്രശ്നങ്ങൾ തീരുമോ? ഇല്ല. ലൗകികമായ വിജയം ഒരു ശാശ്വത പരിഹാരമല്ല എന്നൊരു മുന്നറിയിപ്പാണ് ഈ അവസാന ഭാഗത്തിൽ. അതിനൊരു കഥയുണ്ട്. 2 നേതാക്കന്മാരുടെ കഥ. ഒരാൾ വയസ്സനായ, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു വിഡ്ഢിയായ രാജാവ്. മറ്റൊരാള് ദരിദ്രനാണെങ്കിലും നല്ല ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരൻ. അയാൾ ജയിലിൽ നിന്ന് നേരെ സിംഹാസനത്തിലേക്കാണ് വരുന്നത്. അപ്പോ ഈ ജ്ഞാനിയായ ചെറുപ്പക്കാരന്റെ കഥ നോക്കൂ. ദാരിദ്ര്യത്തിലാണ് ജനിച്ചത്, ഒന്നുമില്ലാതെ തുടങ്ങി, പിന്നെ ജയിലിലായി, അവിടെ നിന്ന് നേരെ രാജാവായി. ആളുകൾക്കെല്ലാം അയാളെ വലിയ ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തെ ആഘോഷിച്ചു. പക്ഷേ കാലം മുന്നോട്ടു പോയപ്പോൾ എന്തുപറ്റി? അടുത്ത തലമുറ വന്നപ്പോൾ അവർക്ക് അദ്ദേഹത്തെ അത്ര ഇഷ്ടമായില്ല. ആളുകൾ പതിയെ അയാളെ മറന്നു. അപ്പോ എന്താണ് ഈ എഴുത്തുകാരൻ പറയുന്നത്? ഇത്രയും വലിയൊരു വിജയകഥ പോലും അവസാനം മിഥ്യയാണ്. അതും കാറ്റിനെ പിടിക്കാൻ ഓടുന്നതുപോലെയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ അധികാരവും പ്രശസ്തിയും കിട്ടിയാലും അതൊന്നും നിലനിൽക്കുന്നതല്ല. അതൊന്നും ജീവിതത്തിന് യഥാർത്ഥ അർത്ഥം നൽകില്ല. അപ്പോ അവസാനം ചോദ്യം നമ്മളോട് തന്നെയാണ്. ഒറ്റയ്ക്കുള്ള അധ്വാനം വെറുതെയാണ്. അധികാരവും പ്രശസ്തിയും അധികകാലം നിലനിൽക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ മുപ്പിരച്ചരട് എന്താണ്? വീഴുമ്പോൾ താങ്ങാവുന്ന, എളുപ്പത്തിൽ പൊട്ടാത്ത ആ ചരട്. അത് നിങ്ങളുടെ കുടുംബമാകാം, സുഹൃത്തുക്കളാകാം. ഈ പുരാതന ഗ്രന്ഥം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ആ ബന്ധങ്ങളെ മുറുകെ പിടിക്കുക. കാരണം മറ്റെല്ലാം ഒരു നാൾ കാറ്റിനെ പിടിക്കാൻ ഓടുന്നതുപോലെയാകും. നന്ദി.